ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമലായിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ലെമൺ വേണം. ഈ നാരങ്ങ ഇതിന്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നല്ലതുപോലെ ഇതിന്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് സാഫ്രോൺ ആണ്. ഈ സാഫ്രോൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റി സാഫ്രോൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇറാനിയൻ സാഫ്രോൺ ആണ്. ഈ സാഫ്രോണിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമ്മൾ സാഫ്രോണിൽ മിൽക്ക് ഒഴിച്ച് മാറ്റി വെക്കുമ്പോഴേക്ക് ഇതിനുള്ളിലെ സത്തൊക്കെ ഈ മിൽക്കിലേക്ക് ഇറങ്ങിയിരിക്കും. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ നാരങ്ങ നമുക്ക് ഇതിലേക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇതുപോലെ എടുക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാലൊഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിവിടെ ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് വരും. ഇത് കുറേശ്ശെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുമിച്ച് ഇതിലേക്ക് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം ഇത് ഒഴിച്ചെടുക്കേണ്ടത്. പാലിവിടെ പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റും പാലിവിടെ പിരിഞ്ഞു വരുന്നത്. കണ്ടോ, പാല് പിരിഞ്ഞിട്ട് വെള്ളം വേറെയായിട്ട് വന്നിട്ടുണ്ട്. ഒരു അരിപ്പെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലത്തെ നേർത്ത അരിപ്പ് വേണം നമ്മൾ ഇത് അരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് കണ്ടോ, ഇതുപോലെ വേണം ഇത് അരിച്ചെടുക്കേണ്ടത്. ഇനി ഇത് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ ആ നാരങ്ങയുടെ നീര് കൊണ്ട് ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഈ പാൽക്കട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ മയം വരത്തക്ക രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ശക്തിയായിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ രസമലായി ഹാർഡായിരിക്കും. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഉരുട്ടിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇവിടെ ഉരുട്ടി പരത്തി എടുക്കുന്നത്. ഇതുപോലെ ഈ ഇരിക്കുന്ന പാൽക്കട്ടിയെല്ലാം നമുക്ക് ഉരുട്ടി പരത്തി എടുക്കാം. ഇവിടെ എല്ലാം ഞാൻ ഉരുട്ടി ഒന്ന് പരത്തി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്കിനി 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാര പാനി തിളച്ച് വരുമ്പോഴേക്ക് ഈ ഉരുട്ടി പരത്തി വെച്ചിരിക്കുന്ന ഓരോ പാൽക്കട്ടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാലിൻ്റെ കൂട്ട് തയ്യാറാക്കാം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴേക്ക് അതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങിയിരിക്കും. പാലിവിടെ തിളച്ച് വരുമ്പോഴേക്ക് ഞാനിവിടെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന സാഫ്രോൺ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പിസ്തയും ബദാമും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഇളക്കിയിട്ട് തിളച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. പാൽക്കട്ടിയൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുത്ത ശേഷമാണ് നമ്മളിത് പാലിൻ്റെ സിറപ്പിലേക്ക് ചേർക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കേണ്ടത്. ഇത് ഉണ്ടാക്കുമ്പോഴേക്ക് പൊട്ടിപ്പോരുത്. പാലിവിടെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ സ്പൂണോ സ്പാച്ചിലോ കൊണ്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. കുറുകിയിരിക്കുന്നതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഗ്ലാസ് ബൗൾ പരന്നതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാൽക്കട്ടി വെച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഈ കുറുക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഞാൻ കുറച്ച് പിസ്തയും ബദാമും കൂടി അരിഞ്ഞത് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഇനി ഞാനിത് നല്ലതുപോലെ തണുക്കാനായിട്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റുവാണ്. 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. രസമലായി ഫ്രിഡ്ജിൽ വെച്ച് ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. രസമലായി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.